ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ഒന്നുമായിട്ടല്ല. ഇന്ന് ശർക്കര മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വെറും 2 വസ്തുക്കൾ മാത്രം മതി, അതും നമ്മുടെ വീട്ടിലുള്ള 2 വസ്തുക്കൾ. ഈ മൈലാഞ്ചിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നമ്മുടെ കയ്യിൽ നിന്നും ഫെയ്ഡായി പോവാതെ കിടക്കും. അതുപോലെ നമ്മുടെ നെയിൽസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നഖം വലുതായി കട്ട് ചെയ്ത് മാറുമ്പോഴല്ലാതെ അത് കയ്യിൽ നിന്നും പോവുകയുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മൈലാഞ്ചി എന്ന് വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ അങ്ങ് പോവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല, ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും പിന്നെ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ പീസ് ശർക്കരയാണ്. മൈലാഞ്ചിക്ക് ശർക്കര എടുക്കുമ്പോൾ ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ കൂടുതൽ മൈലാഞ്ചിക്ക് കളർ കിട്ടും. മറ്റേ ലൈറ്റ് കളറുള്ള ശർക്കരയാണെങ്കിലും കളറൊക്കെ കിട്ടും, എന്നാലും കൂടുതൽ റെഡിഷ് കളർ കിട്ടുക ഈ ഡാർക്ക് കളറുള്ള ശർക്കര കൊണ്ടാണ്. ഈ ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇത്രയും ശർക്കര ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ടിന്ന് വേണം. ഇനി നമുക്ക് ഈ ശർക്കരയെ ഇതിൻ്റെ സൈഡ്സിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നടുവശത്ത് ഇടരുത്, സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സൈഡിൽ മാത്രമായിട്ട് ഇട്ടിട്ട് നടുവശം ഒഴിച്ചിടുക. ഇനി ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇറക്കി വെക്കാം. ഈ ഗ്ലാസ് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടൊന്നും പറ്റൂല, ഇതിലാകെ കറ പിടിച്ചു പോവും. അതുകൊണ്ട് മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ഇതിൻ്റെ നടുവശത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ സ്റ്റൗവിൽ വെക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റോളം ഇതുപോലെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക. ഒരിക്കലും പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ സ്പീഡ് കൂട്ടി കൊടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് മൊത്തത്തിൽ കരിഞ്ഞു പോവും. ഇതിൻ്റെ അകത്തുള്ള എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ മൂടി വെച്ചിട്ട് ആരും അടച്ചു വെക്കരുത് കേട്ടോ, അപ്പോൾ ആവി നിറഞ്ഞിട്ട് അത് പൊട്ടിത്തെറിക്കും. ഇനി ഇതിൻ്റെ മുകളിലുള്ള വെള്ളം കണ്ടപ്പോൾ 20 മിനിറ്റ് ആയപ്പോഴേക്കിന് തിളച്ചിട്ട് ആവിയൊക്കെ ഒന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള പാത്രം അങ്ങ് എടുത്തു മാറ്റാം. ഇനിയിപ്പോൾ ഈ ടിന്നിൻ്റെ അകത്തുള്ള ഗ്ലാസ്സിൽ കണ്ടോ അല്പം വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഡാർക്ക് കളറിലുള്ള ഒരു വെള്ളം. ഇതിൽ നിന്നും എയർ ഇറ്റി വീണിട്ടുണ്ടായ വെള്ളമാണിത്. ഇനി ഈ ഗ്ലാസ്സിത്തെ വെള്ളം കളയാതെ നമുക്ക് കൈയൊന്നും പൊള്ളിക്കാതെ പതുക്കെ ഇതിൻ്റെ അകത്തുനിന്നും ഇത് എടുത്തു മാറ്റാം. ചൂട് പോയതിന് ശേഷം എടുത്തു മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ എടുത്തു മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം മൈലാഞ്ചി തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി ഇതിനെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കും. പിന്നെ നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുത്തിരുന്ന ടിന്നും ഗ്ലാസും ഇതിൻ്റെ അകത്തുള്ള ശർക്കരയൊക്കെ നീക്കി നമുക്ക് വീണ്ടും ഇതുപോലെ മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് തവണ മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കാൻ ഇത് മുഴുവനായിട്ടും വേണ്ട, ഇതിൽ നിന്നും കുറച്ച് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂണോളൊക്കെ മാത്രം മതി, എന്നാലും നമുക്ക് ഒരുപാടുണ്ടാവും മൈലാഞ്ചി. ബാക്കിയുള്ള ഇതിനെ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മൈലാഞ്ചി എപ്പോഴാണോ ഇടണം തോന്നുക അപ്പോൾ അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. മൈദപ്പൊടി പിന്നെ കൂടുതലായിട്ടൊന്നും വേണ്ട, ഏകദേശം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മാത്രം മതിയാവും.
നല്ല തിക്കായിട്ടിരുന്നോട്ടെ. മൈദപ്പൊടിൻ്റെ അളവ് കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങരുത്, അത്രക്കും തിക്കായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം, നഖത്തിലും അതുപോലെ കൈയിൻ്റെ അകത്തും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചി പോലെ പെട്ടെന്നൊന്നും ഇത് പോവില്ല. ഇത് 1 മാസത്തിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അങ്ങ് നിൽക്കും. അതുപോലെ നഖത്തിലിട്ടതാണെങ്കിൽ നഖം നമ്മൾ വലുതായിട്ട് വെട്ടിക്കളഞ്ഞാൽ മാത്രമേ അത് അതിൻ്റെ കൂടെ വലുതായി അങ്ങ് പോവുകയുള്ളൂ, അല്ലാതെ ഇത് ഒരിക്കലും ഫെയ്ഡായി പോവില്ല. അപ്പോൾ നമുക്കിതെല്ലാ കൈയിൻ്റെ നഖത്തിലും അതുപോലെ കൈൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നഖത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കൈയിൻ്റെ അകത്തും നമ്മൾ ഇടാം. അതിനായിട്ട് ഇതുപോലുള്ളൊരു കോണായിട്ടുള്ളൊരു കവർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കിയ മൈലാഞ്ചി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോൺ മൈലാഞ്ചി പോലെ തന്നെ നമുക്കിതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അറ്റത്ത് ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോൺ മൈലാഞ്ചി യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ അങ്ങ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ കയ്യിലിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഒരു സിമ്പിൾ ഡിസൈനെ കാണിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ മാത്രമേ കയ്യിൽ വെച്ചിട്ടുള്ളൂ. അല്പം ബിസി ആയത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കുക. രാത്രിയൊക്കെ ഇടുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറായിട്ട് ഇതിനെ കിട്ടും. എന്നാൽ തന്നെ നമ്മുടെ ഇത് നല്ല പോലെ കണ്ടില്ല, നല്ല പോലെ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മുഴുവനൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ നമ്മുടെ നഖവും അതുപോലെ കൈയിൻ്റെ അകമൊക്കെ നല്ല പോലെ ചുവന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ കോൺ മൈലാഞ്ചിയുടെ കളറും അതിനേക്കാളും ഇത് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ കളർ കൂടി വരും. പിന്നെ നമ്മുടെ കോൺ മൈലാഞ്ചിനേക്കാളും ഒരുപാട് ദിവസം ഇത് കയ്യിൽ തന്നെ അങ്ങ് കിടക്കും. വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.